ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ചെമ്പനീർ പൂവിലെ സച്ചിയുടെയും രേവതിയുടെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. അങ്ങനെ സുധിയും ശ്രുതിയും തമ്മിൽ അകറ്റാൻ വേണ്ടി ഭാമയ്ക്കറിയാവുന്ന ഒരു ജ്യോത്സ്യനെ ചന്ദ്രമതിയും ഭാമയും കൂടി പോയി കാണുകയാണ്. എന്നിട്ട് ജ്യോത്സ്യൻ്റെ അടുത്ത് നിന്ന് അവരെ തമ്മിൽ അകറ്റാൻ വേണ്ടി ഒരു ഏലസം മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് പൂജാമുറി വെക്കുന്നുണ്ട്. പൂജാമുറി വെക്കുന്ന സമയത്ത് സച്ചി അതുവഴി വരുന്ന സമയത്ത് സച്ചി ആ ഏലസ് കാണുകയും സച്ചി ഏലസ് എടുത്തുകൊണ്ട് വന്ന് രേവതിക്ക് കൊടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. രേവതി ഭയങ്കര ടെൻഷനിലാണ്. വർഷയും ശ്രീകാന്തും കൂടി ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നിട്ട് വർഷയുടെ മുഖത്ത് ഒട്ടും തെളിച്ചമില്ല. ഫുഡ് പോയ്സൺ ആണെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും അവൾക്ക് എന്തോ ഒരു ദേഷ്യവും വിഷമവും ഒക്കെ ഉള്ള കണക്ക് മുഖത്തുനിന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ രേവതി ഇങ്ങനെ ആലോചിക്കുന്ന സമയത്താണ് സച്ചി ഏലസ് എടുത്തുകൊണ്ട് വരുന്നത്. എന്നിട്ട് പറയും, രേവതി നീ കൈയൊന്നും നീട്ടെ. എന്താ സച്ചേട്ടാ? ഇതാ ഇത് നിൻ്റെ കൈ കെട്ടാനാന്ന് പറയും. ഇതെന്താ? ഇത് ഏലസ്. ഇത് സച്ചേട്ടൻ എവിടുന്ന് കിട്ടി? ഇത് നമ്മുടെ പൂജാമുറി ഇരുന്നേ അമ്മ കൊണ്ട് വെച്ചാണെന്ന് തോന്നുന്നു. അതിനായിരിക്കും അമ്മ രാവിലെ ഇവിടുന്ന് പോയത്. ഇത് അമ്മ എന്തിനെടുത്ത് വെച്ചാൽ ശ്രുതിക്ക് വേണ്ടി മേടിച്ച് വെച്ചായിരിക്കും, അവന് നല്ലത് വരാൻ വേണ്ടി. എന്തായാലും ആ നന്മ നിനക്കിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഏലസ് വാ ഞാൻ കിട്ടിത്തരാമെന്ന് പറയും. എനിക്കൊന്നും വേണ്ട, ഇത് നിങ്ങളുടെ അമ്മ നിങ്ങളുടെ ചേട്ടന് വേണ്ടി മേടിച്ച് വെച്ചാണെങ്കിൽ അതൊന്നും എടുക്കേണ്ട, അത് പൂജാമുറി തന്നെ കൊണ്ടുവെക്ക് സച്ചേട്ടാ. അതൊന്നും വേണ്ട, നീ കൈ നീട്ട രേവതി, നിനക്കാ ഇത് കെട്ടാൻ ഏറ്റവും യോഗ്യതയെന്ന് പറഞ്ഞുകൊണ്ട് കൈ നീട്ടി. എനിക്ക് വേണ്ട സച്ചേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കൊരു കാര്യം ചെയ്യും, സച്ചേട്ടാണ് ഞാൻ കിട്ടിത്തരാം. എനിക്ക് വേണ്ട, എനിക്കിതിനകം വിശ്വാസമൊന്നും ഇല്ലെന്ന് പറയും. എനിക്കൊരു കാര്യം ചെയ്യാം, ഇത് നമുക്ക് തിരിച്ച് പൂജാമുറി വെക്കാമെന്ന് പറയും. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ രവീന്ദ്രൻ അതുവഴി വരുന്നത്. എന്താ ഇവിടെ? അതേ അച്ഛാ, ഈ ഏലസ് കണ്ടോ? ഇത് എവിടുന്നാ? ഇത് പൂജാമുറി അമ്മ കൊണ്ട് വെച്ചിരുന്നതാ. അല്ല, ഇതെന്തിനാ ഇപ്പം നീ എടുത്തുകൊണ്ട് നിൽക്കുന്നത്? അതോ, ഇത് ഞാൻ കരുതി ഇത് അച്ഛന് കിട്ടിത്തരാവും. എനിക്കോ? ആ അച്ഛന് എന്തെങ്കിലും നന്മ വരാൻ വേണ്ടി അമ്മ പോലെ ജ്യോത്സ്യനെ പോയി കണ്ടേ ആയിരിക്കും. എനിക്കിതൊന്നും വേണ്ട. അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. അച്ഛൻ കൈ ഇങ്ങോട്ട് നീട്ടി. എടാ വേണ്ട സച്ചി. എന്നാലും അച്ഛൻ കൈ നീട്ടാൻ പറഞ്ഞ ബലാകാര്യമായിട്ട് രവീന്ദ്രൻ്റെ കയ്യിൽ സച്ചി ആ ഏലസ് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം പറയും, കണ്ടോ അച്ഛൻ്റെ കൈ കെട്ടാൻ അത് യോഗം എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അങ്ങ് പോവുകയാണ്. അതിനുശേഷം ഭാമ വലിയ ടെൻഷൻ അടിച്ചാണ് വീട്ടിലോട്ട് വരുന്നത്. കാരണം ശ്രുതി വീട്ടിലാണല്ലോ. ശ്രുതിയെ ഇട്ടുകൊണ്ടാണ് വീട് പൂട്ടിക്കൊണ്ട് വന്നിരുന്നത്. വീട്ടിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് ശ്രുതി ഓടി വന്ന് നോക്കും, ആൻറ്റി എവിടെയാണ് നിങ്ങൾ രണ്ടുപേരോട് പോയത്? അത് പറയാം ആൻറ്റി, എന്നെ ടെൻഷൻ എടുപ്പി. അത് ഞങ്ങൾ ജ്യോത്സ്യനെ കാണാൻ പോയത്. ജ്യോത്സ്യനെയോ? എന്താ കാര്യം? അത് നിനക്കെതിരെ വക്കീൽ നോട്ടീസ് അയക്കാൻ ശ്രുതി സമ്മതിക്കത്തില്ലായിരുന്നല്ലോ. അപ്പം ശ്രുതിയെ സമ്മതിക്കാൻ വേണ്ടി നിന്നെ വെറുക്കാനും വേണ്ടി ചന്ദ്ര ഒരു ജ്യോത്സ്യനെ പോയി കണ്ടായിരുന്നു. എന്തിന്? അത് നിങ്ങൾ തമ്മിൽ വേർപിരിയാൻ വേണ്ടി ഒരു ഏലസ് ജപിച്ച് മേടിക്കാനായിട്ട്. ഏലസോ? ആ ഏലസ് ജപിച്ച ആ ഏലസ് ശ്രുതി കൈ കെട്ടിക്കഴിഞ്ഞാൽ നിന്നെ അവൻ കൂടുതൽ വെറുക്കുമെന്ന് പറയും. അതായിരുന്നു അപ്പോൾ അവർ ഉദ്ദേശം ഇല്ലേ? ആൻറ്റി ആ ജ്യോത്സ്യൻ്റെ വീടെന്ന് പറഞ്ഞത് എന്തിനാ? എനിക്കൊന്ന് പോകണമെന്ന് പറയും. അല്ല അത് പറയാം ആൻറ്റി എന്ന് പറഞ്ഞുകൊണ്ട് എന്തായാലും നമ്മുടെ ഭാമ ആ ജ്യോത്സ്യൻ്റെ ഫോൺ നമ്പരും വീടിൻ്റെ അഡ്രസ്സൊക്കെ പറഞ്ഞു കൊടുക്കും. അങ്ങനെ നേരെ ശ്രുതി ജ്യോത്സ്യൻ്റെ വീട്ടിൽ ചെല്ലുകയാണ്. എന്താ വന്നത്? അത് ജ്യോത്സ്യരെ, ഞാനും എൻ്റെ ഭർത്താവും തമ്മിൽ സന്തോഷമായിട്ട് കഴിയുന്നത് എൻ്റെ അമ്മായിയമ്മയ്ക്ക് ഒട്ടും ഇഷ്ടമല്ല. അവർ ഞങ്ങളെ തമ്മിൽ അകറ്റാൻ നോക്കുക. അതിന് പകരമായിട്ട് അവരമ്മയും മോനും തമ്മിൽ തെറ്റാനായിട്ട് എന്തെങ്കിലും ഒരു ഏലസ് തരാമെന്ന് ചോദിക്കും. അത് ഞാൻ ചെയ്തു തരാമെന്ന് പറയും. അങ്ങനെ തിരുമേനിക്ക് പണം കൊടുക്കും. പണം കൊടുത്തിട്ട് ചന്ദ്രയും ശ്രുതിയും തമ്മിൽ അകലാൻ വേണ്ടി ഒരു ഏലസ് ജപിച്ച് മേടിക്കുകയാണ്. എന്നിട്ട് ആ ഏലസും കൊണ്ട് നേരെ വീട്ടിലോട്ട് വരും. വീട്ടിലോട്ട് വരുന്ന സമയത്ത് ആൻറ്റി ഇതാ ഇത് കണ്ടോ? ഇതെന്താ? ഇത് ഒരു ഏലസാന്ന് പറയും. ഏലസോ? ഇത് എന്തിനാ? ഇത് ആൻറ്റി ചന്ദ്രമതി ആൻറ്റിക്ക് കൊടുക്കണമെന്ന് പറയും. ഞാനെന്തിന് ഈ ഏലസ് അവൾക്ക് കൊടുക്കുന്നത്? ഇതെനിക്കൊന്നും പറ്റത്തില്ല ശ്രുതി. ആൻറ്റി ഈ ഏലസ് ചന്ദ്ര ആൻറ്റി കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടുത്തെ ഫാന് കെട്ടി തൂങ്ങുമെന്ന് പറയും. അതിന് നീ എന്തിനാ ഇവിടെ കെട്ടി തൂങ്ങുന്നത്? ആൻറ്റി ഈ ഏലസ് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് പറയും. ആൻറ്റി ഏരിയ ശ്രുതി ഞാനും തമ്മിലുള്ള കല്യാണം നടക്കാൻ കാരണം. എന്നിട്ട് ഇപ്പം ഞങ്ങൾ തമ്മിൽ ഒന്നിക്കേണ്ട ജോലി ആൻറ്റിക്കുള്ളതാണ്. അതുകൊണ്ട് ഇത് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ആത്മഹത്യ ചെയ്യുമെന്ന് പറയും. എനിക്ക് ജീവിക്കണ്ടെന്ന് പറയും. നീ അങ്ങോട്ടൊന്നും പറയാതെ ഞാൻ കൊടുക്കാം. ഇതെന്തിനുള്ള ഏലസാണ്? ഇത് ആൻറ്റി കൊടുത്തിട്ട് പറഞ്ഞാൽ മതി. ചന്ദ്രമതി ആൻറ്റിക്ക് നന്മ ഉണ്ടാവാൻ വേണ്ടിയുള്ള ഏലസാന്ന് പറഞ്ഞാൽ മതി എന്ന് പറയും. ശരി ഞാൻ കൊടുക്കാം, കൊടുത്തല്ലേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രയ്ക്ക് കൊടുക്കാൻ വേണ്ടി ആ ഏലസ് ശ്രുതിയിൽ നിന്നും ഭാമ മേടിക്കുകയാണ്. അതിനുശേഷം ചന്ദ്രമതി വളരെ സന്തോഷിച്ചിരിക്കുകയാണ്. ശ്രുതി ഷോപ്പിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഉടനെ ഈ ഏലസ് അവൻ്റെ കൈ കെട്ടി കൊടുക്കണം. എന്നിട്ട് ആ പാർലറേട്ടത്തെയും അവനും എന്നിട്ട് ആ പാർലറുകാരിയും അവനും തമ്മിൽ തെറ്റണം. അതിനുശേഷം ഡിവോഴ്സ് പെറ്റീഷൻ കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് വേണം എൻ്റെ ശ്രുതിമോനെ കൊണ്ട് കോടീശ്വരിയും സുന്ദരിയായ ഒരു പെണ്ണിനെ വിവാഹം കഴിപ്പിക്കാൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കാൻ. ആ സമയത്ത് രവീന്ദ്രൻ റൂമിലോട്ട് വരികയാണ്. രവീന്ദ്രൻ റൂമിലോട്ട് വരുമ്പോഴത്തേക്ക് റൂമെല്ലാം ഒരുമാതിരി അലങ്കോലമായിട്ട് കിടക്കുന്നുണ്ട്. കുറേ സാരിയെല്ലാം ബെഡിൽ വലിച്ചു വാരിയിട്ടിട്ടുണ്ട്. ഇതെന്താ ചന്ദ്ര ഈ ബെഡ് ഇങ്ങനെ കിടക്കുന്നത്? ഒന്ന് കിടക്കാൻ വന്നു കഴിഞ്ഞാൽ ഈ ബെഡിൽ മൊത്തം സാരിയാണല്ലോ, നിനക്ക് ഇതൊക്കെ പറിക്കാൻ ഒതുക്കി വെച്ചാലെന്താ? അതൊക്കെ രേവതി ചെയ്തോളും. രേവതി, ഇത് നിൻ്റെ ബെഡ്റൂം വലിയ, ഇതൊക്കെ നിനക്ക് പറക്കി മടക്കി ഒതുക്കി വെക്കാൻ വയ്യേ? എനിക്ക് വയ്യെന്നല്ലേ പറഞ്ഞത്? നിനക്ക് വയ്യേ? മര്യാദയ്ക്ക് ഇതൊക്കെ മടക്കി വെക്കടിയെന്ന് പറയും. അച്ഛയ്ക്കും ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ എന്നെ എന്തോ ചെയ്യും?
ആഹാ നിനക്ക് അത്രയ്ക്ക് അഹങ്കാരമോ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അടിക്കാനായിട്ട് കൈ പൊക്കുകയാണ്. ആ സമയത്ത് ചന്ദ്രമതി പെട്ടെന്നങ്ങ് പതറുകയാണ്. കാരണം ആദ്യമായിട്ടാണ് അങ്ങനെ കൈ ദേഷിക്കുകയൊക്കെ ചെയ്യുന്നത്. ഉടനെ ചോദിക്കും നമ്മുടെ സച്ചിൻ രേവതി ഓടി, എന്താ അച്ഛാ? അല്ലെന്നേ ഈ സാരിയെല്ലാം പറക്കി മടക്കി വെക്കാൻ പറഞ്ഞപ്പോഴേ അവൾക്ക് രേവതി മോള് വന്ന് ചെയ്ത് കൊടുക്കണമെന്ന്. അവൾ അഹങ്കാരം കണ്ടില്ലേ, പറഞ്ഞ പോക്ക് ചെയ്യാൻ വയ്യ. എന്താ അച്ഛാ? അച്ഛൻ സാധാരണ ഇങ്ങനെ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നതല്ലല്ലോ എന്ന് ചോദിക്കും. അത് തന്നെ, ഇങ്ങൾക്ക് എന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം? സംഭവം കയ്യിൽ ഏലസ് കിടക്കുന്നുണ്ടെന്നുള്ള കാര്യം ചന്ദ്രമതിക്ക് അറിയത്തില്ലല്ലോ. അപ്പം ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടുവന്ന് പറഞ്ഞ കണക്ക് ഏലസ് കെട്ടിക്കൊടുത്ത് ശ്രുതിയും തമ്മിൽ പിരിക്കാൻ നോക്കിയ ചന്ദ്രമതിക്ക് 8ൻ്റെ മണിയാണ് കിട്ടുന്നത്. രവീന്ദ്രനാണ് ഏലസ് കെട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ നല്ല രസകരമായ നിമിഷങ്ങളാണ് നമ്മൾ ഇനി വരുന്ന ദിവസങ്ങളിൽ കാണാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി കഥയും ആയിട്ട് നാളെ കാണാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.